കശുവണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാട് നടന്നു എന്ന് ആരോപിച്ചാണ് കൊല്ലം സ്വദേശി അനീഷ് ബാബുവിനെതിരെ ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഈ ടാൻസാനിയയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് കശുവണ്ടി ഇറക്കുമതി ചെയ്ത് നൽകാമെന്ന് പറഞ്ഞ് വിവിധ വ്യക്തികളിൽ നിന്ന് ഏതാണ്ട് 25 കോടിയോളം രൂപ അനീഷ് ബാബുവും സംഘവും സമാഹരിച്ചിരുന്നു എന്നായിരുന്നു ഈ കണ്ടെത്തിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. തുടർന്നാണ് ആ കേസിന്റെ ഇ ഡി അതിലെ കള്ളപ്പണ ഇടപാടുകളെ സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഈ കേസിൽ ഈ അനീഷ് ബാബുവിന് നേരത്തെ വിചാരണ കോടതിയും ഹൈക്കോടതിയും മുൻകൂർ ജാമ്യം നിഷേധിച്ചിരുന്നു. തുടർന്ന് മുൻകൂർ ജാമ്യത്തിനായിട്ടാണ് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. എന്നാൽ ജസ്റ്റിസുമാരായ ദിബാങ്കർ ദത്തയും അഗസ്റ്റ്യൻ ജോർജ് മസീഹും അടങ്ങുന്ന ബെഞ്ച് ഈ അനീഷ് ബാബുവിന് മുൻകൂർ ജാമ്യം അനുവദിക്കാൻ വേണ്ടി കഴിയില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഇ ഡി ഉദ്യോഗസ്ഥർ ഈ തനിക്കെതിരായ കേസ് ഒതുക്കുന്നതിന് വേണ്ടി കൈക്കൂലി ചോദിച്ചിരുന്നു എന്ന് പറഞ്ഞ് ഈ അനീഷ് ബാബു ഒരു കേസ് നൽകിയിരുന്നു. സംസ്ഥാന പോലീസിലെ വിജിലൻസ് അതുമായി ബന്ധപ്പെട്ട ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയ ശേഖർ കുമാറിനെതിരെയായിരുന്നു അനീഷ് കുമാറിൻ്റെ ഈ പരാതി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ, അതായത് ഇങ്ങനെ ഒരു ഇ ഡി ഉദ്യോഗസ്ഥൻ കൈക്കൂലി ആരാഞ്ഞിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഒരു വിജിലൻസ് കേസ്, കൈക്കൂലി ചോദിച്ചു എന്ന് പറഞ്ഞ ഒരു വിജിലൻസ് കേസ് ഉണ്ടായി എന്നുള്ള കാരണത്താൽ ഈ മുൻകൂർ ജാമ്യം അനീഷ് ബാബുവിന് അനുവദിക്കാൻ വേണ്ടി കഴിയില്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും സുപ്രീം കോടതി കൂടി മുൻകൂർ ജാമ്യം തള്ളിയതോടുകൂടി ഇ ഡിക്ക് ഇനി അനീഷ് ബാബുവിനെ അറസ്റ്റ് ചെയ്യാം. അതിനുള്ള എല്ലാ തടസ്സങ്ങളും മാറിയിരിക്കുകയാണ്. അനീഷ് ബാബു നിലവിൽ ഒളിവിലാണ്. അദ്ദേഹത്തെ ഇനി അറസ്റ്റ് ചെയ്യുന്നതിന് ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് സാങ്കേതികമായ ഒരു തടസ്സങ്ങളും ഇല്ല. സ്വാഭാവികമായും ഇ ഡി ഈ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുവാനാണ് സാധ്യത.